മണി 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 ബോഡി കൊണ്ടുവന്നു. നീ എന്താ അങ്ങോട്ട് വരാത്തെ? ഇതെന്ത് ഇരിപ്പാടായി ഇരിക്കണേ? അധിക നേരം വെച്ച് താമസിപ്പിക്കണില്ല, ഉടനെ മറവ് ചെയ്യും. അതിനു മുമ്പ് ഒന്ന് കാണണ്ടേ നിനക്ക്? മണി വേണ്ട മലട, കാണണ്ട. ഇന്നലെ നേരത്തെ എന്നോട് ചിരിച്ച് വർത്താനം പറഞ്ഞ് എന്റെ കണ്ണിലുണ്ട്. അത് മതി, കാണണ്ട. വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. അവിടെ ആൾക്കാരുണ്ടാവില്ല. ചെല്ല്. എന്നെ കൊല്ലുവെച്ച രാക്ഷസൻ സരോജം, ഒന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ വരാണ്ടിരുന്നത്. പിന്നെ ശ്രീകുട്ടിക്ക് ഈ വഴി വരാൻ സങ്കടം. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പോയത് പോയി, അത്ര യോഗമുള്ളൂ. ഒക്കെ സഹിക്കാൻ മണിയണ്ട. എന്റെ മോളെ ഇറച്ചി കഷ്ണം പോലെ കടിച്ചു കയറി. ഈശ്വര, സരോജം, ഒക്കെ വിദ്യ. നമുക്ക് തടുക്കാൻ പറ്റുമോ? ഞാനിനി എന്തിനാ മണിയട്ട ജീവിക്കണേ? വേണ്ടാത്ത ഒന്നും പറയണ്ട. നമുക്ക് ഒരു മോളും കൂടി ഇല്ലേ? അവളെ വളർത്തണ്ടേ നമുക്ക്? സമാധാനിക്ക്, ഇനിയുണ്ട് ജീവിതം. ഞാനുണ്ട് നിനക്ക്. നമുക്കൊരു മോളുണ്ട്. സരോജം, കരയണ എന്തിനാ? ഇനി നീ ഒറ്റയ്ക്കാവില്ല, ഒറ്റയ്ക്കാവില്ല. ആരാ? നമ്മുടെ കമ്പനി പടിക്കൽ കച്ചവടം ചെയ്യുന്ന ആചാരുടെ ഇളയ മോളാ. 18 വയസ്സ്. അതിനെയും കൊന്നതാ? കൊന്നത്? ആ കുട്ടി 4-5 കൊല്ലമായിട്ട് ക്യാൻസർ പിടിച്ച് കിടപ്പിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എന്റെ വാച്ചിനൊരു ഓട്ടം കൂടുതൽ. പോലീസ്
കരുതി നിന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുവാന്ന്. ഒക്കെ ഓരോ കാട്ടിക്കൂട്ടല്. ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ഇടി കുറെ കൊണ്ടു. ഇടിക്കാണ്ട് പിന്നെ കേസ് തെളിയിക്കാൻ പറ്റൂ? പ്രതികൾ 1 2 അല്ല, 5 ആളുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടത്തില്. അന്ന് ഒരു 7 മണിക്ക് ഒരു ചുവന്ന ജീപ്പ് നരിമടക്കുന്നിന്റെ ഭാഗത്തേക്ക് പോണത് കണ്ടവരുണ്ട്. ആര് കണ്ടു? പറഞ്ഞു കേട്ടതാ. പോലീസ് അന്വേഷിക്കല്ലേ. നാ കൊന്നത് ഒരാളാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല, സത്യം. എന്നാ അത് പോലീസ് പറയായിരുന്നില്ലേ? പറഞ്ഞല്ലോ. എന്താ കാര്യം? തെളിവുണ്ടോ? പക്ഷേ എനിക്കൊരു തെളിവും വേണ്ട. എനിക്ക് ഉറപ്പാ. എന്താ വിദ്യാർത്ഥി ഈ വഴി? വീട്ടിൽ നിൽക്കാൻ ഒരു സ്ത്രീയെ കിട്ടുന്ന നോക്കാൻ പോയതാ. മോക്കൊരു കൂട്ടിന്. മോക്ക് മാത്രമാക്കണ എന്തിനാ? തനിക്ക് ഇവിടെ ഒരു കൂട്ടായിക്കൂടെ? നിക്കടാടെ. പോലീസുകാരോട് നിന്റെ പേര് പറഞ്ഞല്ലടാ. സത്യല്ലേ? നിന്റെ കുട്ടിയെ നീയാ? നീ എന്നെയാ? ആയെ തോന്നിയാസം പറഞ്ഞ കാച്ചിക്കളയും ഞാൻ. അറിയാത്ത കാര്യത്തിന് എന്റെ തലയിൽ വെച്ചിട്ടുണ്ടോ കൊല്ലും ഞാൻ തന്നെ. ഞാൻ വിടറ വിടറ എന്നെ വിടറ. കൊല്ലടാ. വേഗം നടക്കും മോനെ, സ്കൂളിൽ ചെല്ലും മണിയടിക്കും. നാളെ ഞാൻ പോവില്ല. പിന്നെ ഞാൻ എന്നും പോവില്ല. ദേ കുട്ടാ, വെറുതെ അച്ഛൻ്റെ അടുത്ത് അടി മേടിക്കണ്ട കേട്ടോ. സരോജിനേച്ചി, എന്താ ഇത്? ആ ശാരദയോ മക്കൾ ആരെങ്കിലും കണ്ടുവന്നാ തെറിയുടെ പൂരാ. നാളെ ഞാനൊരു ഓലെടുക്കാൻ വന്നിട്ട് എന്റെ അപ്പോ പിന്നെ പറയാത്ത ഒന്നുമില്ല. എനിക്ക് അവരുടെ ഒരു തേങ്ങയും വേണ്ട, ഒരു ഈർക്കില് പോലും വേണ്ട. ഈ പെരയിങ്ങനെ നശിപ്പിക്കരുതല്ലോ. ഈ മാസം മണിയേട്ടനെ പോയി കണ്ടിരുന്നു സരോജിനേച്ചിയെ? കണ്ടു. അടുത്ത മാസം വരും മണിയേട്ടൻ. അതാണ് മോത്തൊരു വെട്ടം. മണിയേട്ടൻ വന്നാ പിന്നെ ഒരു ബെല്ല് നടക്കുന്നു. ശാരദ, എടോ നിക്കൂ. ശാരദ, നിങ്ങൾ ഈ പിന്നെ കിടന്ന് വിളിക്കാണ്ട് പോകുന്നുണ്ടോ? ഒരു വീട് വാതിൽ പൊളിച്ച് അകത്ത് കയറിട്ട് മിണ്ടാണ്ടിരിക്കാനോ? സാരല്ല. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കുക. വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എന്തൊക്കെ നല്ല കാര്യമില്ല അവള് ചെയ്യുന്നത്. നല്ല കാര്യം. എന്നെ അറിയില്ല അവൾക്ക്. അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ. തന്റെ ഇടം കാട്ടിട്ട് അകത്ത് കയറി ഒളിച്ചിരിക്കണോടി. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ശാരദ, ഇറങ്ങി വാടി നാഗേക്ഷി.
നിന്റെ അച്ഛൻ സമ്പാദിച്ച മുതലാണോടി കയറി വന്ന് കൈയടക്കാൻ? ശാരദയെടുത്തി എന്റെ മുറ്റത്തൊന്നും ചലക്കരുത്. ചെലിക്കൊടി, എന്ത് അധികാരത്തിലാടി നീ എന്റെ വീട്ടിൽ കയറിയത്? എന്ത് അധികാരത്തിലാടി പുതിയ കുറ്റിയും കൊളുത്തിട്ട് പൂട്ടിയത്? അധികാരമുണ്ട്, എന്നോട് പറഞ്ഞിട്ടാ നിങ്ങളുടെ ആങ്ങള. ഏരണം കേട്ടവളെ, എന്റെ ആങ്ങള നിന്റെ ആരാടി? നിന്റെ സംബന്ധക്കാരനോ? അത് നിങ്ങളുടെ ആങ്ങളോട് തന്നെ ചോദിക്കേ. കേക്കട്ടെ, നാട്ടുകാരെല്ലാം കേക്കട്ടെ. ദേ, ഇത്ര എളുപ്പം പോലെ എന്റെ ആങ്ങളയിട്ട് വട്ടം ചുറ്റി അവസാനം ഒരു കൊലപാതകയാക്കി. മതി വായിട്ടലച്ചത്. ഒരാങ്ങളെ പെങ്ങള്, എന്നിട്ടിപ്പൊ കൊല്ലം 7 ആയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ ഈ പെങ്ങള്? ഒരു പെൺകുട്ടിയുള്ളത് അമ്മാമാരുടെ അടുക്കളയിൽ പാത്രം കഴുകുക. ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നിട്ടിപ്പോ അധികാരം ചോദിച്ചാലോ നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എന്താ ഉണ്ടാട്ടം മുട്ടിയോ? ചെതലൊന്ന് തീർക്കാണ്ട് ആ വീടൊന്ന് അടിച്ചു വാരിയിട്ടത് ഇത്ര വലിയ കുറ്റമാണെങ്കിൽ നിങ്ങളോണ്ട് കേസ് കൊടുക്ക്. ഇനിയും ഞാനത് ചെയ്യും. 1 മാസം കഴിഞ്ഞ് ആ മനുഷ്യൻ വരും. വരുമ്പോ എന്നെ വിളിച്ച കൂടെ പോയി പൊറുക്കുകയും ചെയ്യും. എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്യ്. അത് പറ. അപ്പൊ അതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ? കേട്ടോ, എല്ലാരും കേട്ടില്ലേ? അതെ, അത് തന്നെയാ. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്കേ ഞാൻ മനസ്സ് കൊടുത്തിട്ടുള്ളൂ. 2-3 മാസം ഒരാളുടെ കൂടെ കഴിഞ്ഞ ശരിയാ. ഒരു കുട്ടിയുണ്ടായി. ആ മനുഷ്യന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് മനസ്സിൽ ഒരാളേ ഉള്ളൂ, ഇന്നും അതെ. മരിക്കണതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കണേ. നടക്കില്ലടി. എന്റെ പേര് ശാരദ നടങ്ങി നടക്കില്ല. നാട്ടിലുള്ള ആണുങ്ങളും കയ്യും കാണിച്ചു നിങ്ങളെ പറ്റി അല്ല മനുഷ്യ. ഗോവിന്ദൻകുട്ടി, വിദ്യാധരൻ ഒരു വിസിറ്റർ ഉണ്ട്. വിദ്യാധര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ഗഡി വന്നിട്ടുണ്ടല്ലടാ. എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓടി ഓടി വരണേ? ഒരു ഭൂകമ്പം ഉണ്ടായി നാട്ടില്. ശാരദയത്തി ഞാൻ തമ്മിലൊന്ന് മുട്ടി. കൊറേയൊക്കെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ 4 വർത്താനം പറഞ്ഞു. എന്തിനാ വെറുതെ? ഞാൻ അടുക്കളയുടെ ഭാഗത്ത് ദ്രവിച്ച് എന്ന വാതിലൊരെണ്ണങ്ങട് കേറി. ചെതലും പൊടിയൊക്കെ തട്ടി വെടുപ്പാക്കി. പാമ്പും എലിയും മരപ്പട്ടിയും മാറാലേയും ആകെ നശിച്ചു ആ പേര. എന്നിട്ടൊരു പുതിയ കുറ്റിയും കൊളുത്തോട്ട് പൂട്ടി. ഇപ്പൊ എന്റെ പേരിൽ പോലീസില് കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്ക. ഇതൊക്കെ ഞാൻ വന്നിട്ട് പോരെ? ഇനിയിപ്പൊ അനുവാദം ചോദിക്കാനും പറയാനൊന്നും കാക്കില്ല. ശ്രീകുട്ടിയെ വിളിച്ചോണ്ടൊന്ന് ഞങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങോട്ട് താമസിക്കും. ആ, ഒരു നല്ല വിശേഷം ഉണ്ട് കേട്ടോ. ശ്രീകുട്ടി അവളൊരു പെണ്ണായി. വയസ്സറിയിച്ചു. ഞാൻ അവളെ കാണാൻ ചെന്നിട്ട് കാണിച്ചില്ല. ആട്ടി പുറത്താക്കി. എന്നാലും ഞാൻ കണ്ടു. കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും. അപ്പളാ വിശേഷം അറിയണേ. അവളവിടെ വലിയ വിഷമത്തിലാ. അമ്മായി നല്ല വിത്ത, ഒരു സമാധാനം കൊടുക്കില്ല. പഠിപ്പ് നിർത്തി. അരപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് തോറ്റുത്രേ. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം ഉണ്ടാവോ? അവള് കറുത്തു. പൊന്നുപോലെ ഇരുന്ന് എന്റെ മോള് കറുത്തു. പഴയ നിറമൊക്കെ പോയി. ആ ചിരി മാത്രം ഉണ്ട് ഇപ്പൊ. അമ്മായിയുടെ അനിയത്തിയുടെ കുട്ടിയെ നോക്കാൻ ബോംബെക്ക് കൊണ്ടുവന്ന് പേടിച്ചിരിക്കാ പാവം. എന്റെ കുട്ടി എങ്ങോട്ടും വിടരുത്. ഞാൻ വിളിച്ചു. എന്റെ കൂടെ പോരാൻ പേടി. അവര് വല്ല പോലീസിലും പറഞ്ഞ 2 ആളും പെടും. എന്തിന്? ഇപ്പോഴത്തെ കാലം അറിയോ? അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുകയും എന്റെ മിനിക്കുട്ടിയെ പോലെ. എത്ര സംഭവങ്ങളാന്നറിയോ?